ഹോ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. 354 ശ്ലോകം നമുക്ക് നോക്കാനുള്ളത്. അതായത് സമാധിയെക്കുറിച്ചാണ്, സമാധിയുടെ ആവശ്യകത, അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ. അജ്ഞാനഹൃദയഗ്രന്ഥേഃ നിശേഷവിലയസ്തദാ സമാധിനാ വികൽപേന യഥാദ്വൈതാത്മദർശനം. അജ്ഞാനഹൃദയഗ്രന്ഥേഃ നിശേഷവിലയസ്തദാ സമാധിനാ വികൽപേന യഥാ അദ്വൈതാത്മദർശനം. യഥാ അദ്വൈതാത്മദർശനം. യഥാ യഥാ യഥാന്ന് വെച്ചാലോ എപ്പോഴാണോ അദ്വൈതാത്മദർശനം, അദ്വൈതമായിട്ടുള്ള, അതായത് രണ്ടെന്നൊന്നില്ലാത്ത ഒന്നായിട്ടുള്ള കേവലമായിട്ടുള്ള ആത്മദർശനം, സ്വരൂപ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നത് യഥാ അദ്വൈതാത്മദർശനം, എപ്പോഴാണോ ഈ അദ്വൈതാത്മ സാക്ഷാത്കരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അനുഭവം ആകുന്നത്, തഥാ അജ്ഞാനഹൃദയഗ്രന്ഥേഃ നിശേഷവിലയഃ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിശേഷവിലയഃ, പൂർണ്ണലയം സംഭവിക്കുന്നു, പൂർണ്ണ വിലയം പ്രാപിക്കുന്നു. എന്തിനൊക്കെയാണ്? അജ്ഞാനഹൃദയഗ്രന്ഥി. അജ്ഞാനഹൃദയഗ്രന്ഥി എന്നുള്ളത് അവിദ്യ, കാമം, കർമ്മ. അവിദ്യ കൊണ്ടാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുക. ആഗ്രഹം കൊണ്ട് മനസ്സ് സ്വസ്ഥത ഉണ്ടാകില്ല. അപ്പോൾ മനസ്സ് നമ്മളെ കർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കും. അപ്പോൾ ഈ ഇതെല്ലാം അവിദ്യ, കാമം, കർമ്മം, ഇതെല്ലാം കൂടെ കൂടിയിട്ട് പറയാം നമുക്ക് അജ്ഞാന ഹൃദയഗ്രന്ഥി. ഇത് ഹൃദയത്തിൻ്റെ കുരുക്കാണ്. ഈ കുരുക്ക് പൂർണ്ണമായിട്ടും ലയിക്കുക അല്ലെങ്കിൽ നശിക്കുക സാക്ഷാത്കാരത്താൽ മാത്രമേ. അതല്ല എങ്കിൽ സാക്ഷാത്കാരത്തിൻ്റെ പടി വരെ എത്തിയാൽ പോലും ഈ കുരുക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ ഹൃദയഗ്രന്ഥി പൂർണ്ണമായിട്ട് നശിക്കണമെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിക്കണം. ഇനി എപ്പോഴാണ് ഈ അദ്വൈതാത്മ ദർശനം എന്നാണെങ്കിൽ സമാധിന അവികൽപേന. അവികൽപേന, വികൽപ്പങ്ങളെല്ലാം അസ്തമിക്കുമ്പോൾ. വികല്പം എന്ന് വെച്ചാലോ അതിന് മുമ്പ് വരെ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. ഈ നിർവികൽപ്പ സമാധിയെ തന്നെയാണ് ഇവിടെ അവികൽപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മനസ്സ് വിഷയങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും പിൻവാങ്ങി ആത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥ. അതിനു മുമ്പ് സമാധിയിലേക്ക് പോകുമ്പോൾ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു നിധിധ്യാസന സമയത്ത്, അതായത് സവികല്പം ആയിട്ടുള്ള സവികല്പം എന്ന് വെച്ചാൽ ചിന്തകളുണ്ടാവും. പക്ഷേ ആ ചിന്തകൾ ഏത് രീതിയിലാണ്? ഒരേ രീതിയിലുള്ള ചിന്തകളാണ്. ഒരേ രീതിയിലുള്ള ചിന്തകൾ എന്ന് വെച്ചാലോ ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മ അസ്മി, ഈ
ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ചിദാനന്ദ രൂപോഹം, ഞാൻ ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയവനാണ്. ഈ തരത്തിലുള്ള ഒരേ തരത്തിലുള്ള ഇപ്പോൾ ബ്രഹ്മം എന്നൊന്നും പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആനയോ അല്ലെങ്കിൽ ഒരു ചക്കയോ മാങ്ങയോ ഒന്നും വരില്ല. ബ്രഹ്മം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായി അല്ലെ. ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു തരത്തിലുള്ള വസ്തുവും ആ ഒരു പദത്താൽ നമ്മളുടെ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ ഞാൻ ബ്രഹ്മസ്വരൂപമാണ് എന്ന് വരുമ്പോൾ മറ്റൊരു ഏതാണ്ട് രൂപങ്ങളെയും ഒക്കെ തള്ളി, പക്ഷേ എങ്കിലും ആ ഒരു ചിന്ത എവിടെയുണ്ട്. ആ ചിന്ത കൂടി ഇല്ലാതാകുന്ന അവിടെ വികല്പമുണ്ട്. സവികല്പം എന്നാണ് പറയുക അതിന്. ഒരു വികല്പത്തോടു കൂടിയ ഒരവസ്ഥയാണത്. അതുകൂടി ഇല്ലാതാകുമ്പോഴാണ് അവികല്പമാകുക അല്ലെങ്കിൽ നിർവികല്പമാകുക. അപ്പോൾ ആ ഒരവസ്ഥയിൽ എല്ലാം ആ ആത്മാവിൽ ലയിക്കുന്ന ആ ഒരു അവസ്ഥ, അതായത് മനസ്സ് പൂർണ്ണമായിട്ടും വിലയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർവികൽപ്പ സമാധിയിൽ ആണ് ആത്മദർശനം സിദ്ധമാകുക. അല്ലെങ്കിൽ അത് എപ്പോഴും അവിടെ തന്നെ ഉള്ളതാണ്, പ്രാപ്തമായിട്ടുള്ള ഒന്നാണത്. അത് നേടിയെടുക്കേണ്ട ഒന്നല്ല. അതാണ് എൻ്റെ സ്വരൂപം. പക്ഷേ എപ്പോഴാണോ ഈ ഉപാധിയായിട്ടുള്ള മനസ്സുകൂടി ഇല്ലാതെയായത്, അപ്പോൾ അദ്വൈത ആത്മദർശനം സംഭവിക്കുന്നു. അപ്പോൾ എപ്പോഴാണോ അദ്വൈത ആത്മദർശനം സംഭവിക്കുക അപ്പോഴേ ഈ ഹൃദയഗ്രന്ഥി പൂർണ്ണമായിട്ടും നശിക്കുകയുള്ളൂ. എപ്പോഴാണ് അദ്വൈത ആത്മദർശനം സംഭവിക്കുക? സമാധിന അവികൽപ്പേന, അവികൽപ്പ സമാധിയിൽ അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയിലാണ്. നിർവികൽപ്പ സമാധിയിൽ സ്വരൂപ അവസ്ഥിതമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വരൂപ അവസ്ഥിതമായി തീരുകയാണ് ഒരു സാധകൻ. ആ സമയത്ത് ഈ അവിദ്യാഗ്രന്ഥി, ഹൃദയഗ്രന്ഥി, അജ്ഞാന ഹൃദയഗ്രന്ഥി, അവിദ്യ, കാമം, കർമ്മം ഇവ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നു. ഓക്കെ, ഒന്നുകൂടി നമ്മൾക്കിത് വായിക്കാം. അജ്ഞാന ഹൃദയഗ്രന്ഥേഹേ നിശേഷ വിലയസ്തദാ സമാധിനാ വികൽപ്പേന യഥാദ്വൈതാത്മദർശനം. അടുത്ത ശ്ലോകം 355. ത്വമഹമിദമിതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മന്യദ്വയേ നിർവിശേഷേ പ്രവിലസതി സമാധൗ അസ്യ സർവോ വികൽപഃ വിലയനം ഉപഗച്ഛേത് വസ്തുതത്വാവധൃത്യ. ഒന്നുകൂടി വായിക്കാം. ത്വമഹമിദമിതീയം ഇതി അയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മന്യദ്വയേ നിർവിശേഷേ പ്രവിലസതി സമാധോ അസ്യ സർവോ വികൽപഃ വിലയനമുപഗച്ഛേത് വസ്തുതത്വാവധൃത്യ. അവികൽപ്പ സമാധി അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി സംഭവിക്കുമ്പോൾ അത് തന്നെ അദ്വൈത ആത്മദർശനം എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ദ്വൈത ദർശനം എന്താണെന്ന് പറയുകയാണ്. ത്വം, അഹം, ഇദം, പിന്നെയോ ഇതി, അയം കൽപ്പന. അയം കൽപ്പന എന്ന് വെച്ചാലോ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ, ഇത്തരത്തിലുള്ള കൽപ്പനകൾ. എത്തരത്തിലുള്ള കൽപ്പനകൾ? ത്വം നീ, അഹം ഞാൻ, ഇതം ഇതെല്ലാം. അപ്പം ഞാൻ, നീ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ വേറെ ആക്കുകയാണ് അല്ലേ. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ഈ കൽപ്പനകൾക്ക് കാരണം ബുദ്ധിദോഷാത്, ബുദ്ധിക്കുള്ള വൈകല്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. എവിടെയും വിഭജനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ സ്വപ്നത്തിൽ സത്യത്തിൽ അവിടെ ഒരല്പം ബുദ്ധിയും നമ്മളുടെ മനസ്സും മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ സാക്ഷി ചൈതന്യവുമുണ്ട്. പക്ഷേങ്കിൽ അവിടെയും നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെയും ഇതെല്ലാം ഒരൊറ്റ ഒന്നിൻ്റെ തന്നെ വ്യാപ്തിയാണ്. ആ കാണുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ സ്വപ്നത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്പഷ്ടമായി ഇത് അത്രമാത്രം ക്ലിയർ ആക്കാനുള്ള ബുദ്ധിയില്ല. ഇത് രണ്ടും സ്വപ്നമാണ്. പക്ഷേ എങ്കിലും ജാഗ്രത അവസ്ഥയെ
നമ്മൾക്ക് കുറച്ചുകൂടി അതിൽ ഈശ്വരൻ്റെ കൽപ്പനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര നമ്മൾക്ക് സാധാരണ ഒരു ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. പക്ഷെ സാധാരണ ഏത് മന്ദബുദ്ധിക്കും ഗ്രഹിക്കാൻ പറ്റും, സ്വപ്നത്തിൽ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എൻ്റെ മനസ്സ് തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാം. ഒരു കുറച്ച് ബുദ്ധി എടുത്താൽ മതി. അവിടെയും നമ്മളുടെ ബുദ്ധി എന്ത് ചെയ്യുന്നറിയോ, ഈ സൃഷ്ടിക്കപ്പെട്ടതിലെ എല്ലാം അതിൽ ഒരു ഭാഗത്തെ ഞാനെന്നുള്ള രീതിയിൽ മാറ്റി വിഭജനം അവിടെ നടത്തുന്നുണ്ട്. അത്രമാത്രം ശക്തിവിശേഷം നമ്മുടെ ബുദ്ധിക്ക് അത്ഭുതകരമായിട്ടുള്ള ശക്തിവിശേഷമാണുള്ളത്. അത് വൈകല്യമാണ് കേട്ടോ, ബുദ്ധിദോഷ അത്. അപ്പോൾ അദ്വൈതമായ പരമാത്മ വസ്തു ഒരു തരത്തിൽ നിർവിശേഷമാണത്. ഒരു തരത്തിലുള്ള ലക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷണമോ ഇല്ലാത്ത ആ പരം തത്വത്തിൽ എന്തു ചെയ്യും, ഈ ബുദ്ധി പലതരത്തിലുള്ള വിഭജനം കാണിക്കും. ഞാനാണ്, നീയാണ്, അതാണ്, ഇതാണ്. ഉള്ളിലാണ് എങ്കിൽ പലതരത്തിലുള്ള ചിന്തകളാൽ വികല്പം കാണിച്ചു തരും. പുറമേക്ക് പലതരത്തിലുള്ള, എവിടെ നോക്കിയാലും പലതരത്തിലുള്ള വിഭജനങ്ങളേ ഉള്ളൂ അല്ലേ, പ്രവിലസതി. അങ്ങനെ ബുദ്ധി കൽപ്പന പലതരത്തിൽ അത് വിനോദിക്കുകയാണ്. ഈ തരത്തിൽ വിഭജനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയില്ലേ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ വേണമെന്നൊക്കെ. സത്യത്തിൽ ഇതിനെല്ലാത്തിനും കാരണം നമ്മളുടെ ബുദ്ധി തന്നെയാണ്. ചിലരുടെ ബുദ്ധി കൊണ്ട് രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്ത് വെപ്പിക്കും അല്ലേ. ഇതോ നമ്മൾ ഈ സാധാരണ രീതിയിലാണെങ്കിലോ എല്ലാ രീതിയിലും ബുദ്ധി കൽപ്പന പലതരത്തിൽ ബുദ്ധി കൽപ്പനകൾ നടത്തിയിട്ട് ബുദ്ധി വിനോദിക്കുകയാണ്. പക്ഷേ സമാധിയിലാണ് എങ്കിലോ എല്ലാ വിഭജനവും ലയിക്കുന്നു. എല്ലാ തരത്തിലുള്ള വിഭജനവും ലയിക്കുകയാണ്. എങ്ങനെ? വസ്തുതത്വാവധൃത്യ. ബുദ്ധി വസ്തുതത്വത്തെ ഉറപ്പിക്കുകയാണ് സമാധിയിൽ. സവികൽപ്പ സമാധിയിലാണ് എങ്കിലും നമ്മൾ ബുദ്ധിയെ അതിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ മാറ്റി ബുദ്ധിയെ സൂക്ഷ്മ ബുദ്ധിയാക്കി മാറ്റി തീർത്തിട്ടാണ് സമാധിയിലേക്കൊക്കെ ഒരാൾക്ക് നീങ്ങാനായിട്ട് സാധിക്കുക. അങ്ങനെ എല്ലാവർക്കും ഒന്നും സമാധിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സമാധിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അത്രമാത്രം പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശുദ്ധമായിട്ടുള്ള ബുദ്ധി ഉറപ്പിക്കുകയാണ്. എന്തിനെ ഉറപ്പിക്കുന്നു? വസ്തുതത്വത്തെ ഉറപ്പിക്കുകയാണ് സമാധിയിൽ, സവികൽപ്പ സമാധിയിൽ അത് ചെയ്യുന്നു. എന്നിട്ടോ എങ്ങനെ? അഹം നിർവികൽപഃ നിരാകാരഃ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആത്മ വസ്തുവിനെ ഉറപ്പിക്കുകയാണ് സവികൽപ്പ സമാധിയിൽ ചെയ്യുക. അപ്പോൾ ഇനി ഇതാർക്ക് സാധിക്കുമെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. എന്താണ് ദ്വൈത ദർശനം? ഞാൻ, നീ, അത്, ഇത്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിയുടെ കൽപ്പന. എന്തുകൊണ്ടാണ് ഈ ബുദ്ധി കൽപ്പന ചെയ്യുന്നത്? ബുദ്ധിദോഷാത്. എന്നിട്ടോ ഇതാണ് ഇത് ഈ ത്വം അഹം ഇതൊക്കെ എവിടെയാണ് ചെയ്യുക? പരമാത്മ അദ്വയേ നിർവിശേഷമായിട്ടുള്ള ഒരു തരത്തിലുള്ള വിശേഷണങ്ങളും നമ്മൾക്ക് ആരോപിക്കാനായിട്ട് സാധിക്കില്ലാത്ത ആ പരമമായിട്ടുള്ള വസ്തുവിൽ ഇത്തരത്തിലുള്ള വിഭജനങ്ങളെല്ലാം നമ്മളുടെ ബുദ്ധി ചെയ്യുകയാണ്. എന്നിട്ട് അതാണ് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വിലസിക്കുകയാണ് ആ ബുദ്ധി. പക്ഷേ സമാധിയിൽ ആണെങ്കിലോ സമാധിയിൽ സർവ്വവികൽപ്പങ്ങളും ലയിക്കുന്നു. എങ്ങനെയാ ലയിക്കുക? സമാധിയിൽ ബുദ്ധി എന്താ ചെയ്യുക? ബുദ്ധി ഈ വസ്തുതത്വത്തെ ഉറപ്പിക്കുകയാണ്. ഇനി ആർക്കാ ഇത് സാധിക്കുക എന്നുള്ളത് അടുത്ത ശ്ലോകം. അതിനു മുമ്പായിട്ട് ഈ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നോക്കാം. ത്വം അഹം ഇതം ഇതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മന്യദ്വയേ നിർവിശേഷേ പ്രവിലസതി സമാധോ അസ്യ സർവോ വികൽപഃ വിലയനമുപഗച്ഛേത് വസ്തുതത്വാവധൃത്യ ശാന്തോദാന്തഃ പരമുപരതഃ ശാന്തിയുക്തഃ സമാധിം കുർവന്നിത്യം കലയതി യദി സ്വസ്യ സർവാത്മഭാവം തേനാ വിദ്യാതിമിരജനിതാൻ സാധു ദഗ്ധ്വാ വികൽപാൻ ബ്രഹ്മാകൃത്യ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ ശാന്തോദാന്തഃ പരമുപരത ശാന്തിയുക്ത സമാധിം കുർവന്നിത്യം
നിത്യം കലയതി യതി സ്വസ്യ സർവാത്മഭാവം തേനാവിദ്യാതിമിരജനിതാൻ സാധു ദഗ്ധ്വാ വികൽപ്പാൻ ബ്രഹ്മാകൃത്യ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ. ആർക്കാ ഇത് സാധിക്കുക എന്നാണെങ്കിൽ യതിയായി തീരണം. യതിയായി തീരുക എന്ന് പറഞ്ഞാലോ പരിശ്രമിക്കുന്നവൻ, പ്രയത്നശീലം ചെയ്യുന്നവനെയാണ് യത്നശീലത്താത് യതി, പ്രയത്നിക്കുന്നവനെയാണ് യതി എന്ന് പറയുക. എങ്ങനെ പരിശ്രമിക്കേണ്ടത്? വളരെയധികം ആത്മാർത്ഥതയോടെ പരിശ്രമിക്കണം. യോഗ്യതയും വേണം. എന്തു യോഗ്യതയാണ് വേണ്ടതെന്നാണെങ്കിൽ ശാന്തഃ, ക്ഷമയുള്ളവനായിരിക്കണം, മനസ്സിൻ്റെ നിഗ്രഹം സിദ്ധിച്ചവനായിരിക്കണം. മനസ്സിനെ അതിലെ ഇതിലെ ഒന്നും അലഞ്ഞു തിരിക്കുന്ന മനസ്സുകൊണ്ടൊന്നും ഒരു തരത്തിലുള്ള സമാധി അഭ്യാസവും നടക്കില്ല. സമാധിയിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മനസ്സ് നമ്മളെ വേറെ വല്ലയിടത്തേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് ശാന്തഃ എന്ന് വെച്ചാൽ ശാന്തൻ എന്നല്ല അർത്ഥം, മനസ്സിനെ അടക്കിയവൻ, മനസ്സിനെ നിയന്ത്രിച്ചവൻ, ക്ഷമയുള്ളവൻ. ഇനിയോ ദാന്തഃ, ദമയുള്ളവൻ. ദമ എന്ന് വെച്ചാലോ ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവനായിരിക്കണം. അല്ലെങ്കിൽ ഒരു സമയവും കടലയൊക്കെ കുറിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു കോഫി വേണം, ഇങ്ങനെയൊക്കെയുള്ള സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെയൊക്കെ ഒരു ഡിസിപ്ലിൻ വെച്ച് എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തേക്കെങ്കിലും. പരം ഉപരതഃ, ഇനി വിഷയലോകത്ത് നിന്നും പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞവനായിരിക്കണം. വിഷയങ്ങളിൽ സുഖം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന മനസ്സിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ. സ്വതവേ എല്ലാ മനസ്സും അങ്ങനെയാണ്. കാരണം ബുദ്ധി പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഈ വിഷയങ്ങളിലാണ് സുഖം എന്നാണ്, ബുദ്ധിയുടെ ദോഷം കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. അപ്പം അത് പൂർണ്ണമായിട്ടും ഉപരമിച്ചു, വിഡ്രോ ചെയ്തു കഴിഞ്ഞു. മനസ്സ് ഒരിടത്തേക്കും അലയില്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് പരമുപരത എന്ന് പറയുന്നത്. ഉപരതയുടെ പാരമ്യം, മനസ്സിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ആ നിരോധത്തെയാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള വലിയലിനെയാണ് സ്വാഭാവികമായിട്ടുള്ള പിൻവലിയലിനെ. അതായത് ആദ്യമൊക്കെ നമ്മൾ ശാന്ത അല്ലെങ്കിൽ ക്ഷമ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ അതിനെ ഒരു അച്ചടക്കത്തോടു കൂടി ശീലിപ്പിച്ചു. അതിൻ്റെ കൾമിനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവധി എന്നുള്ളതാണ് ഈ ഉപരതി എന്ന് പറയുന്നത്. ഉപരതി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ തന്നെ പരമുപരതഃ, അതിൻ്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരവസ്ഥ. അതായത് വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മനസ്സ് പിൻവലിഞ്ഞിരിക്കുന്നു. ശാന്തിയുക്തഃ, തിദിക്ഷയുള്ളയാൾ. തിദിക്ഷയുള്ളയാളെന്ന് വെച്ചാൽ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെയെല്ലാം ഒരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ അതുപോലെ തന്നെ വിലാപമോ ചിന്തയോ ഒന്നുമില്ലാതെ സഹിക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു കഴിവാണത് തിദിക്ഷ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ, സാധന ചതുഷ്ടയത്തിലൊക്കെ കണ്ടതാണ്. പിന്നെ എന്താ വേണ്ടത്? സമാധിം കുർവൻ നിത്യം. ഇത്തരത്തിലുള്ള കഴിവുകളോട് കൂടിയവൻ. പിന്നെ വേറൊന്ന് സമാധിം കുർവൻ നിത്യം എന്നും സമാധി അഭ്യാസം ചെയ്യുന്നവൻ. എന്നും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ എപ്പോഴെപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ. ഇനി സമയം കിട്ടിയില്ല എങ്കിൽ നമ്മളുടെ മനസ്സിനെ നമ്മളിലേക്ക് ഒന്ന് തിരിച്ചു വിടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വളരെയധികം തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്കും മനസ്സ് നമ്മളുടെ കയ്യിലല്ലേ, അതിപ്പോൾ ആരും അറിയുന്നില്ലല്ലോ. അതിനെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലുമൊക്കെ മനസ്സേ, നിൻ്റെ വിശ്രാന്തി സ്ഥലം എന്നുള്ളത് ഞാനാണ്, അതായത് ആ ആത്മാവാണ്. ആ ആത്മാവിലാണ് മനസ്സേ നീ പൂർണ്ണമായിട്ടും വിലയം പ്രാപിക്കേണ്ടത്. ഇങ്ങനെ മനസ്സിനെ തന്നിലേക്കൊന്ന് അടുപ്പിക്കുക. അതൊക്കെ ചെയ്യാവുന്നതാണ് സമാധി അഭ്യാസത്തോടൊപ്പം. ബാക്കിയുള്ള തിരക്കുള്ള സമയങ്ങളിലൊക്കെ അതൊക്കെ ചെയ്ത് ഇങ്ങനെ അഭ്യസിക്കുന്നവൻ കലയതി, ധ്യാനിക്കുന്നു. എങ്ങനെയാണ് ധ്യാനിക്കുക? സർവാത്മഭാവം ധ്യാനിക്കുന്നു. എന്തിനെയാണ് ധ്യാനിക്കുന്നത്? തൻ്റെ സർവാത്മഭാവം, എല്ലാം താൻ തന്നെയാണ് എന്ന സത്യം. ഇതെല്ലാം ഒന്നാണ്, ഇവിടെ ഒന്നില്ല. അപ്പോൾ സർവം ബ്രഹ്മമയം. ഈ തരത്തിൽ ആത്മഭാവം ധ്യാനിക്കുന്നു. ഇത്തരത്തിലുള്ള ധ്യാനത്താൽ അതിനാൽ അവിദ്യാ തിമിര ജനിതാൻ സാധു ദഗ്ധ്വാ. ഒരു സമസ്ത പദമാണത്. എന്താ? അവിദ്യാ തിമിര ജനിതാൻ സാധു ദഗ്ധ്വാ നശിപ്പിച്ചിട്ട്, കത്തിച്ചിട്ട്. എന്തിനെയാ കത്തിക്കുക? സാധുവിനെയാ.
സാധു എന്നുള്ളത് ഇവിടെ വിശേഷണമാണ്. എന്തിൻ്റെ വിശേഷണം? ദഗ്ധ്വ എന്നുള്ള ആ പദത്തിൻ്റെ ക്രിയാപദത്തിൻ്റെ വിശേഷണമാണ് സാധു. നല്ലതുപോലെ കത്തിച്ചിട്ടെന്നാണ്. സാധു നല്ലതുപോലെ പൂർണ്ണമായിട്ടും കത്തിച്ചിട്ട്. എന്തിനെ? വികൽപ്പാൻ, വികൽപ്പങ്ങളെ, എല്ലാ ചിന്തകളെയും എങ്ങനെ? അവിദ്യാതിമിര ജനിതാൻ, അവിദ്യയാകുന്ന അന്ധതയിൽ ജനിച്ച സർവ്വവിധത്തിലുള്ള കൽപ്പനകളെയും എല്ലാ വിഭജന ചിന്തകളെയും, എല്ലാത്തിനും ഒരു ഡിവൈഡിങ് നേച്ചറാണ്. നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മളുടെ ബുദ്ധി, ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ പോലും ഒരു ഗ്രൂപ്പ് അവരവിടെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടിയെ കാണില്ല. എവിടെയെന്ന് നോക്കുമ്പോൾ അവരൊരു ഗ്രൂപ്പ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും. അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടാവും. അല്ലേ? എവിടെയും നമ്മൾ അത് വേണ്ടാന്നൊന്നും അല്ല കേട്ടോ പറയുന്ന, ഒരു ഉദാഹരണം പറയുന്നതാണ്. കുഞ്ഞുങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം, ഒരു കൺട്രോൾ വേണം, അത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ട് നമ്മൾ എവിടെയും ഇപ്പോൾ ഒരു യെല്ലോ കളർ എടുത്താൽ തന്നെ അല്ലേ, എത്ര വിഭജനങ്ങളാണുള്ളത്, പലതരത്തിലുള്ളത്. ഇങ്ങനെ എവിടെയും ഏത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് തോന്നും ആഫ്രിക്കയിലുള്ളവരൊക്കെ ഒരുപോലെയാണെന്ന്. പക്ഷേ അല്ല, അവിടെയും ഉണ്ട് വ്യത്യാസം. അവിടെയും ഉണ്ട് നീണ്ട മുഖമുള്ളവരും വട്ട മുഖമുള്ളവരും ചതുരമായിട്ടുള്ള മുഖമുള്ളവരും കുറച്ചുകൂടി ചുരുണ്ട മുടി, എല്ലാ മുടിയും ചുരുണ്ടതാണ് അവിടെ പൊതുവെ അല്ലേ? നമുക്കറിയില്ല കേട്ടോ, കണ്ടിട്ടുള്ളതൊക്കെ എങ്ങനെയാണ്. അതിലും വ്യത്യാസങ്ങൾ കാണും, വിഭജനം എവിടെയും കാണും എന്ന് പറയുക. അപ്പോൾ ഈ തരത്തിലുള്ള ബുദ്ധിയുടെ വിഭജന ചിന്ത, ഇതിനെയും എല്ലാ ചിന്തകളെയും എങ്ങനെ ഇവയെ സമാധിയിൽ കത്തിക്കാനായിട്ട് സാധിക്കുക? ജ്ഞാനത്താലേ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവോ അല്ലെങ്കിൽ അടുപ്പോ അങ്ങനെയൊന്നുമില്ല. അപ്പം ജ്ഞാനം കൊണ്ട് കത്തിക്കണമെങ്കിൽ അത് അജ്ഞാനത്താൽ ഉണ്ടായതാകാനേ വഴിയുള്ളൂ. അജ്ഞാനത്താൽ ഉണ്ടായതിനെ മാത്രമേ ജ്ഞാനം കൊണ്ട് കത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ അവിദ്യാതിമിര ജനിതാൻ, അവിദ്യയാകുന്ന തിമിരത്താൽ ഉണ്ടായ സർവ വികൽപ്പങ്ങളെയും ജ്ഞാനമാകുന്ന അഗ്നി പൂർണ്ണമായിട്ടും നശിപ്പിക്കും. എങ്ങനെയുള്ള ഒരാൾക്ക്? ഈ തരത്തിലുള്ള യോഗ്യതയോടു കൂടിയ ഒരാൾ, നിത്യവും സമാധി അഭ്യാസം ചെയ്യുന്ന ഒരാൾക്ക് ആണ് ഈ തരത്തിൽ അവിദ്യയാലുണ്ടായ വികൽപ്പങ്ങളെല്ലാം നീങ്ങുന്നത്. ശാന്തോദാന്തഃ പരമുപരത ക്ഷാന്തിയുക്ത സമാധിം കുർവൻ നിത്യം കലയതി യതി സ്വസ്യ സർവാത്മഭാവം തേനാവിദ്യാതിമിരജനിതാൻ സാധു ദഗ്ധ്വാ വികൽപ്പാൻ ബ്രഹ്മാകൃത്യാ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ. തേന അവിദ്യാതിമിരജനിത സാധു ദഗ്ധ്വാ വികൽപ്പാൻ. അവിദ്യയാകുന്ന തിമിരത്താൽ, അവിദ്യ തന്നെ തിമിരം, അവിദ്യയാകുന്ന അന്ധതയാൽ ഉണ്ടായിട്ടുള്ള സർവ്വ വികൽപ്പങ്ങളെയും ഈ ജ്ഞാനം കത്തിക്കും. എന്നിട്ടോ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ. എന്നിട്ട് നിവസതി സുഖം, ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാനായിട്ട് സാധിക്കും. നിവസതി വസിക്കുന്നു, എങ്ങനെ? സുഖമായിട്ട്, നിഷ്ക്രിയനായിട്ട്. നിഷ്ക്രിയം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നല്ല അർത്ഥം. പിന്നെയോ കർത്തൃത്വഭാവം ഉണ്ടാകില്ല. നമ്മൾക്ക് കാണാം ഈ മഹാത്മാക്കൾ, സാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാക്കളാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് സമൂഹത്തിൽ, സമൂഹ നന്മയ്ക്കായിക്കൊണ്ടിട്ട്. അപ്പോൾ അവർ വെറുതെ ഇരിക്കുക, നിഷ്ക്രിയനാണെന്ന് പറയാൻ പറ്റുമോ? നിഷ്ക്രിയനാണ് അവർ. എങ്ങനെ? കർത്തൃത്വഭാവമില്ലാതെ, വികല്പമില്ലാതെ, യാതൊരു വിധത്തിലുള്ള ഭേദവുമില്ലാതെ. അപ്പോൾ ആത്മദർശനത്താലേ ഈ തരത്തിലുള്ള വികല്പങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. എത്തരത്തിലുള്ള വികല്പങ്ങൾ? ത്വം, അഹം, ഇതി, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ, നീ, ഇതം, ഇത്, ഇതെന്നുള്ളത് അടുത്ത വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് അകലെ ഉള്ളതാണ് എങ്കിലോ അത്, ഇത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള വികല്പങ്ങൾ. അപ്പം ജ്ഞാന അഗ്നിയാൽ അജ്ഞാന തിമിരം പൂർണ്ണമായും ഇല്ലാതെയാകും. അപ്പം മനസ്സിലെ വികല്പങ്ങൾ
ഒന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ട് എങ്കിൽ, എൻ്റെ ഒരു വലിയ ഒരു ടെൻഷനായിരുന്നു ഒരു കുറച്ച് ദിവസത്തേക്ക്, ആ ടെൻഷനൊന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു. കുറച്ച് ടെൻഷൻ നീങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇത്രമാത്രം സുഖമാണ് എങ്കിൽ, ഈ വികല്പമാണ് ടെൻഷന് കാരണം കേട്ടോ. ഓവർ വികല്പമാണ് ടെൻഷൻ്റെ കാരണം. അപ്പോൾ ഈ കുറച്ച് വികല്പം ഒന്ന് മാറിയാൽ, കുറച്ച് ടെൻഷനൊന്ന് മാറിയാൽ നമ്മൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു, എന്തൊരാശ്വാസം, കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, സർവ്വവിധത്തിലുള്ള ചിന്തകളും സർവ്വവിധ വികല്പങ്ങളും കത്തി എന്നേക്കുമായിട്ട് കത്തി തീർന്നാൽ അപ്പോൾ എന്തായിരിക്കും? ആനന്ദം, പരമാനന്ദം. ഒരു കുറച്ച് വികല്പം മാറിക്കഴിയുമ്പോഴുള്ള സുഖം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും വികല്പരഹിതമായിട്ടുള്ള ആ ഒരവസ്ഥ ആനന്ദമാണത്. നിവസതി സുഖം, സുഖമായിട്ട് വസിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഇപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ? ഈ തരത്തിലുള്ള യോഗ്യതയോടു കൂടിയ ഒരുവൻ നിരന്തരം സമാധി അഭ്യാസം ചെയ്ത് അജ്ഞാനമാകുന്ന തിമിരത്തെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ കത്തിച്ച് സുഖമായിട്ട് നിവസതി, ഇവിടെ കഴിഞ്ഞുകൂടുന്നു. നിഷ്ക്രിയനായിട്ട്, നിർവികൽപ്പനായിട്ട്, യാതൊരു ഭേദചിന്തകളുമില്ലാതെ, യാതൊരു വികല്പങ്ങളുമില്ലാതെ സുഖമായി കഴിഞ്ഞുകൂടുന്നു. ഓക്കെ, ഒന്നുകൂടി വായിക്കണോ ആ ശ്ലോകം? ശാന്തോദാന്തഃ പരമുപരദക്ഷാന്തിയുക്തഃ സമാധിം കുർവൻ നിത്യം കലയതി യതി സ്വസ്യ സർവാത്മഭാവം തേന വിദ്യാതിമിരജനിതാ സാധു ദഗ്ധ്വാ വികൽപാൻ ബ്രഹ്മാഹൃത്യാ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ. അടുത്ത ശ്ലോകം. സമാഹിതായേ പ്രവിലാപ്യ ബാഹ്യം ശ്രോത്രാദിചേതസ്വമഹം ചിദാത്മനി തയേവ മുക്ത്വാ ഭവപാശബന്ധൈഃ നാന്യേ തു പാരോക്ഷ്യകഥാഭിധായിനഃ. സമാഹിതായേ പ്രവിലാപ്യ ബാഹ്യം ശ്രോത്രാതിചേതസ്വമഹം ചിദാത്മനി തയേവ മുക്ത്വാ ഭവപാശബന്ധൈഃ നാന്യേ തു പാരോക്ഷ്യകഥാഭിധായിനഃ. സമാഹിതേ എന്ന് വെച്ചാലോ ആരാണോ സമാഹിതരായി എന്ന് വെച്ചാലോ ശാന്തമായിട്ട്, വളരെ അലേർട്ടായിട്ട്, ഉത്സാഹഭരിതരായിട്ട്, അല്ലാതെ ഓക്കെ മുഴുവൻ പറയട്ടെ. സമാഹിതായേ പ്രവിലാപ്യ ബാഹ്യം, ബാഹ്യം പുറം ലോകത്തെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ലയിപ്പിച്ചിട്ട് ശ്രോത്രാദിചേതഃ സ്വം ചിദാത്മനി, ശ്രോത്രാദിചേതഃ സ്വം അഹം ചിദാത്മനി. ശ്രോത്രാദി എന്ന് വെച്ചാലോ ശ്രോത്രേന്ദ്രിയം മുതലായിട്ടുള്ളവ, അതായത് ഇന്ദ്രിയങ്ങളെ എല്ലാം പിൻവലിച്ച് ചേതഃ സ്വം, ചേതഃ എന്ന് വെച്ചാൽ മനസ്സ്, പിന്നെ സ്വം അഹംഭാവം, ഇവയെല്ലാം ചിദാത്മാവില് പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് ആരാണോ ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് മനസ്സും അഹങ്കാരവുമെല്ലാം ചൈതന്യസ്വരൂപഃ അഹമസ്മി, ചൈതന്യസ്വരൂപമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന ആ അറിവിനാൽ ആരാണോ ഞാൻ ഈ ചൈതന്യ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ്, പിന്നെ എന്തിനാണ് ഈ തരത്തിലുള്ള വിഭജനവും? അവിടെ വിഭജനത്തിനൊരു പ്രസക്തിയുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഈ വിഭജനങ്ങളൊക്കെ വെറുതെ ഒരു തോന്നലൊന്ന് ആ സത്യവസ്തുവിൽ പ്രകടമാകുന്നവ മാത്രമാണ്, അതിനൊരു തരത്തിലുള്ള സത്യത്വവുമില്ല. പിന്നെയോ ഞാൻ ചൈതന്യ സ്വരൂപമാണ് എന്നുള്ള അറിവിനാൽ ഇതിനെയെല്ലാം ആത്മാവിൽ പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് തേയേവ മുക്ത, അവർ മാത്രമാണ് ഇവിടെ സ്വതന്ത്രരായിട്ടുള്ളവർ, അവർ മാത്രമാണ് മുക്തർ. എന്തിൽ നിന്ന്? ഭവപാശബന്ധൈഹി, സംസാരക്കെട്ടിൽ നിന്ന്, സംസാരക്കുരുക്കിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരെ അവർ മാത്രമേ ഉള്ളൂ. അപ്പം അല്ലാതെ അന്യരല്ല. അന്യരാരാണ്? പരോക്ഷ്യ കഥാഭിധായിനഃ, പരോക്ഷമായിട്ട് ഈ ജ്ഞാനത്തെക്കുറിച്ച്
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പരോക്ഷമായിട്ട് അതായത് ശാസ്ത്രജ്ഞാനം ചിലപ്പോൾ ഉണ്ടെന്നിരിക്കാം, പാണ്ഡിത്യം ഉണ്ടെന്നിരിക്കാം, അതും ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അതുണ്ടാകില്ല. ശാസ്ത്രജ്ഞാനം, പാണ്ഡിത്യം, പിന്നെ ഗുരു മുഖത്ത് നിന്ന് ഗുരു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിങ്ങനെ തത്ത പോലെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് മുക്തിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ളവരെ മുക്തരൊന്നുമല്ല. അപ്പോൾ ഗുരുവിൻ്റെ നേട്ടം ഗുരുവിൻ്റേതാണ്. അത് പരോക്ഷ കഥ, വെറുതെ ഇങ്ങനെ പുസ്തകജ്ഞാനം അല്ലെങ്കിൽ മറ്റുള്ള മഹാത്മാക്കളുടെ അനുഭവമൊക്കെ ഇങ്ങനെ വളരെ നല്ലതുപോലെ പറയാൻ അറിയാവുന്നവർക്ക് അല്ലേ അത് പറഞ്ഞു കൊടുക്കാം. പരോക്ഷ ജ്ഞാനം, ഈശ്വരനുണ്ട്, ആത്മാവുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു അറിവ്. പക്ഷേ അത് താനാണ് എന്നുള്ള അനുഭവം ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അത് ഈ പരോക്ഷമായിട്ടുള്ള അറിവ്, ഈശ്വരൻ അല്ലെങ്കിൽ ആത്മവസ്തു, ഇവിടെ സർവ്വതും ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളിലൂടെ പറയുന്ന ശാസ്ത്രത്തിൻ്റെ സാരമായിട്ടുള്ള ഈ ബ്രഹ്മം എന്നുള്ള ഒന്ന്, അത് ഞാനാണ്, അത് എൻ്റെ ആത്മാവാണ് എന്നുള്ള അറിവും അനുഭവവും വേണം. അങ്ങനെ ആ അറിവും അനുഭവവും ഉണ്ടായാലേ അപരോക്ഷ ജ്ഞാനം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നീയാണ് എന്ന് പറയുമ്പോൾ അത് അനുഭവം ആയിത്തീരണം, അത് അനുഭവമാകണം. അതെ, ആ സത്യം ഞാനാണ്, എൻ്റെ ബുദ്ധിയിൽ നല്ലതുപോലെ തെളിഞ്ഞു, സമാധിയിൽ അത് അനുഭവത്തിലായി. അപ്പോൾ ഇതുപോലെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാളിപ്പോൾ കുറച്ച് ഗഹനമായിട്ടുള്ള ഒരു തമാശ, ചിലപ്പോൾ വേദാന്തപരമായിട്ടുള്ള തമാശകൾ പെട്ടെന്ന് ക്ലിക്കായി നിന്നിരിക്കില്ല. അപ്പോൾ കൂടെയുള്ള ഒരാളിങ്ങനെ വളരെയധികം ജോക്ക് ഇങ്ങനെ അല്ല പൊട്ടിക്കുന്നവരുണ്ട്, തമാശ പൊട്ടിക്കുന്നവരുണ്ടല്ലോ. ഒരാളിങ്ങനെ ഇരുന്ന് തമാശ പറയുകയാണ്. അപ്പം നമ്മളും അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കൂടെ ഉള്ളവരൊക്കെ ചിരിക്കും, തമാശ കേട്ടിട്ട് ചിരിക്കും. ഞാനും അവിടെ ചിരിച്ചില്ല എങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഞാനൊരു പൊട്ടിക്കളിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒരു ചിരിയൊക്കെ ഒന്ന് ചിരിക്കും, മനസ്സിലായി എന്നുള്ള പോലെ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പിന്നെ ഒരു പൊട്ടിച്ചിരിയുണ്ട്. അതൊരു വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ ആ പൊട്ടിച്ചിരി എത്ര കണ്ട് വ്യത്യാസമാണ് ആദ്യത്തെ ആ കൃത്രിമമായിട്ടുള്ള ചിരിയിൽ നിന്നും. അതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ചിരിയും പിന്നെയോ അഭിനയവും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പരോക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനവും. പരോക്ഷജ്ഞാനം എന്ന് വെച്ചാലോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഗുരു പറയുന്നത് കേട്ട് എഴുതി പഠിച്ച് പിന്നെ നമ്മളത് പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് പരോക്ഷജ്ഞാനം. പക്ഷേ അപരോക്ഷജ്ഞാനം എന്നുള്ളത് അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പരീക്ഷയ്ക്ക് പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ വളരെയധികം സമർത്ഥരാണ്, അവരുടെ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ അധികവും തന്നെ മനപ്പാടമൊക്കെ അങ്ങ് പഠിക്കും അല്ലേ. വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്കൊക്കെ കിട്ടിയെന്നിരിക്കാം, പക്ഷേ ഒന്നും മനസ്സിലാവില്ല. ആ സബ്ജക്റ്റിനെ കുറിച്ച് അഗാധമായിട്ട് ഒരു ജ്ഞാനവും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് ഈ ഗുരു പറയുന്നത് കേട്ട് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശാസ്ത്രത്തിലുള്ളതും തന്നെയാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് മുക്തരായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മുക്തി വേണോ തേയേവ മുക്തഃ, അവർക്കാണ് മുക്തി. ആർക്ക്? ത ഏവ എന്നുള്ളത് തേ ഏവ എന്നുള്ളതാണ്. പ്രവിലാപ്യ ബാഹ്യം ചിതാത്മനി, ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിനെയൊക്കെ പൂർണ്ണമായിട്ടും പിൻവലിപ്പിച്ചുകൊണ്ട് മനസ്സും ബുദ്ധിയും എല്ലാം ചിതാത്മനി തന്നിൽ തന്നെ വിലയം പ്രാപിച്ചിരിക്കുന്ന ആ അവസ്ഥ നേടിയവരാണ് മുക്തര്. അല്ലാതെ ഈ പരോക്ഷമായിട്ടുള്ളതിനെ റിപ്പീറ്റ് ചെയ്യുന്നവരല്ല എന്ന് ആചാര്യ ഭഗവാൻ എല്ലാവർക്കും കൂടെ ഉള്ള, നമ്മളെപ്പോലെയുള്ളവർക്കും കൂടെ ഉള്ള ഒരു കൊട്ടാണത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നാളെ എടുക്കാം. സമാഹിതായേ പ്രവിലാപ്യ ബാഹ്യം ശ്രോത്രാദിചേതസ്വമഹം ചിദാത്മനി തയേവ മുക്താ ഭവപാശബന്ധൈഃ നാന്യേ തു പാരോക്ഷ്യകഥാഭിധായിനഃ. ഹോ ഹോ ഹോ
പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.